ഇന്ത്യയിൽ ആദ്യമായിട്ട് 15 വർഷം വാറന്റിയോട് കൂടി പുറത്തിറക്കുന്നത് ബ്ലൂറൈൻ പെയിന്റ്സ് ആണ്. ഒരു കമ്പനിയുടെ ഏറ്റവും വലിയ അസറ്റ് എന്താ? നല്ലൊരു ടീമാണ്. വർക്ക് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ബേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ഫേസ്ഫുൾ ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഫീൽഡാണ് സെയിൽസ് എന്ന് പറയുന്നത്. ഇന്ന് പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി, അതുപോലെ പ്രൊഡക്റ്റിൻ്റെ പ്രൊഡക്ഷൻ കാര്യങ്ങൾ എല്ലാം ജനങ്ങളിലേക്ക് ട്രാൻസ്പെറൻ്റ് ആയിട്ട് എത്തിക്കുക, സത്യസന്ധമായ രീതിയിലുള്ള ഒരു മാർക്കറ്റിംഗ്. എൻ്റെ ഉപ്പയുടെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു സ്വന്തമായ ഒരു വീട്. ആ വീട്ടിലേക്ക് ആദ്യമായി കടക്കുമ്പോൾ എൻ്റെ മൂക്കിൻ തുമ്പത്ത് തങ്ങി നിന്നിരുന്ന നല്ലൊരു മണമുണ്ടായിരുന്നു. അന്ന് ഞാൻ ഏറ്റവും എക്സൈറ്റഡ് ആയത് എനിക്ക് സ്വന്തമായ ഒരു മുറി കിട്ടിയതിലാണ്. എൻ്റെ ബാല്യത്തെ ഏറ്റവും മനോഹരമാക്കിയ വർണ്ണവും ഗന്ധവും ഇന്നും മായാതെ മറയാതെ എൻ്റെ മനസ്സിൽ തങ്ങി നിൽക്കുന്നുണ്ട്. അതേ നിറവും മണവുമാണ് എനിക്കിപ്പോൾ കിട്ടുന്നത്. യെസ്, ഞാൻ ഇരിക്കുന്നത് ബ്ലൂറൈൻ പെയിന്റ്സിന്റെ റീജിയണൽ ഓഫീസിലാണ്. ഇന്ന് കേരളത്തിൽ ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ഒരുപാട് പെയിന്റ് കമ്പനീസ് ഉണ്ട്. അതിൽ നിന്നും എങ്ങനെയാണ് ബ്ലൂറൈൻ പെയിന്റ്സ് വ്യത്യാസമാവുന്നത്? അത് തന്നെയാണ് ഞങ്ങളുടെ പ്രത്യേകത. ക്വാളിറ്റി പ്രൊഡക്റ്റുകൾ മാത്രമേ ബ്ലൂറൈൻ മാർക്കറ്റിലേക്ക് ചെയ്യുന്നു. ക്വാളിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് കമ്പനികൾ ഇപ്പോൾ സീറോ പോയിസൺ ആണ്, സീറോ VOC ആണ്, സ്മെല്ലില്ല, അങ്ങനെ പറഞ്ഞാൽ ജനങ്ങളെ കബളിപ്പിക്കുന്ന ഒരുപാട് പെയിന്റ് കമ്പനികൾ മാർക്കറ്റിലുണ്ട്. ഞങ്ങൾ ഉദ്ദേശിക്കുന്ന പ്രൊഡക്റ്റുകൾ മാർക്കറ്റിലേക്ക് ചെയ്യുമ്പോൾ ക്വാളിറ്റി പ്രൊഡക്റ്റുകൾ മാത്രമേ ചെയ്യുന്നുള്ളൂ, അല്ലാതെ ചെയ്യുന്നില്ല. ആളുകളെ കബളിപ്പിച്ച രീതിയിൽ ബ്ലൂറൈൻ ചെയ്യുകയാണെങ്കിൽ ബ്ലൂറൈൻ്റെ ജേർണി ഇത്രയൊരു പവർഫുൾ ആയിട്ട് പോവില്ല. അതാണ് ഞങ്ങൾ മുന്നോട്ട് നയിക്കുന്ന രീതി. സർ, ഞാൻ എൻ്റെ ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ. നിങ്ങൾ കേരളത്തിൽ മാത്രമാണോ ജനങ്ങളിലേക്ക് ഈ പെയിന്റ്സ് എത്തിക്കുന്നത്? അതർ സ്റ്റേറ്റ്സിലേക്ക് എത്തിക്കാൻ എൻ്റെ പ്ലാൻ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിട്ടുള്ളത്. കാര്യം നമുക്ക് ഓൾറെഡി കേരളത്തിൽ മാത്രമല്ല ബ്ലൂറൈൻ പെയിന്റ്സിന് മാർക്കറ്റ് ഉള്ളത്. നമ്മൾ തമിഴ്നാട്, അതുപോലെ കർണാടക, മഹാരാഷ്ട്ര തുടങ്ങിയിട്ടുള്ള അതർ സ്റ്റേറ്റുകളിലും ബ്ലൂറൈൻ പെയിന്റ്സിന് ഓൾറെഡി നല്ലൊരു സ്വാധീനമുണ്ട്. ഇനി വൈഡ് ആയിട്ടുള്ള ഒരു പബ്ലിസിറ്റി, അതുപോലെ വൈഡ് ആയിട്ടുള്ള ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി കാര്യങ്ങളുമായിട്ട് ബ്ലൂറൈൻ പെയിന്റ്സ് സൗത്ത് ഇന്ത്യ കീഴടക്കാനുള്ള ഒരു ശ്രമത്തിലാണുള്ളത്. ഞാൻ വന്നത് മുതൽ മാമിനെ ശ്രദ്ധിക്കുന്നുണ്ട്. മാം ഭയങ്കര ഹാപ്പിയാണ്. നോർമലി ഈ സെയിൽസ് ഹെഡ് പോസ്റ്റ് എന്നൊക്കെ പറയുന്നത് ഓവർ ടെൻഷൻ ആണ്, അങ്ങനെയൊക്കെയാണ് പറഞ്ഞു കേൾക്കുന്നത്. അപ്പൊ മാം ഒരു 10 years ആയി ഇവിടെ വർക്ക് ചെയ്യുന്നു, സെയിൽസ് ഹെഡ് ആയെന്നാണ് മാം എന്നോട് പറഞ്ഞത് വന്നപ്പോ. അപ്പൊ എങ്ങനെയാണ് ഈ 10 years ആയിട്ട് ഇവിടുത്തെ ഒരു ജേർണി, അതൊന്ന് പറയാമോ? ഓക്കെ, നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ പറയേണ്ടത് നമ്മൾക്ക് എല്ലാവരുടെയും ഒരു ധാരണയാണ് ബ്ലൂറൈൻ പെയിന്റ്സിൽ നമ്മൾ ഈ സെയിൽസ് ടാർഗറ്റ് ഓറിയന്റഡ് ആയിട്ടുള്ള ഫീൽഡ് എന്ന് പറയുന്നത് ഭയങ്കര ടഫ് ആയിരിക്കും, ഭയങ്കര പ്രഷർ ആയിരിക്കും, ഭയങ്കര ടെൻഷനായിട്ട് വർക്ക് ചെയ്യേണ്ട ഫീൽഡാണെന്നാണ്. പക്ഷെ ഞാൻ ഇത്രയോ ഇയേഴ്സിൽ വർക്ക് ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ബേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ഫേസ്ഫുൾ ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഫീൽഡാണ് സെയിൽസ് എന്ന് പറയുന്നത്. നമുക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ടീമാണ് നമ്മുടെ ഒപ്പം ഉള്ളത്. ടീമിന് ഇത്രയും ഹാപ്പി ആയിട്ട് കൂടെ വർക്ക് ചെയ്യാൻ പറ്റുന്നത് തന്നെ നമ്മൾ ബ്ലൂറൈൻ പെയിന്റ്സ് കൊടുക്കുന്ന ക്വാളിറ്റി. ഫസ്റ്റ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മളെ ക്വാളിറ്റി. ഈ ഒരു ക്വാളിറ്റി ഉണ്ട്, നമ്മൾ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ രീതിക്കുള്ള സർവീസും നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് അത് തന്നെയാണ് ഒരു കമ്പനിയിൽ ഇത്രയും വർഷം നമ്മൾ ലോങ് ജേർണി നമുക്ക് നയിക്കാൻ പറ്റുന്ന മെയിൻ ആയിട്ടുള്ള കാര്യം. കമ്പനിയുടെ ഏറ്റവും വലിയ സംഭവം ഞാൻ പറഞ്ഞപ്പോൾ പറയാൻ ഒരു ഇടയിൽ കയറി പറയാൻ തോന്നരുത്. ഒരു കമ്പനിയുടെ ഏറ്റവും വലിയ അസറ്റ് എന്താ? നല്ലൊരു ടീമാണ്. ടീം ഉണ്ടെങ്കിലേ ബാക്കിയുള്ള എല്ലാ സംഭവങ്ങളും ഉണ്ടാവുള്ളൂ. ടീം ഇല്ലാന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള ഒന്നും ഉണ്ടാവില്ല. നമ്മൾ നല്ല പ്രൊഡക്റ്റുകൾ ഇറക്കി നല്ല സർവീസ് കൊടുത്താൽ നല്ല ടീം ഇല്ലാന്നുണ്ടെങ്കിൽ കമ്പനി മുന്നോട്ട് പോകില്ല. ബ്ലൂറൈൻ പെയിന്റ്സിന്റെ ഏറ്റവും വലിയ ഈ ജേർണിയിലെ ഏറ്റവും വലിയ പ്രത്യേകത നല്ലൊരു ടീമിനെ കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. നല്ലൊരു മാർക്കറ്റിംഗ് മാനേജർ, നല്ലൊരു സെയിൽസ് ടീം, നല്ലൊരു സെയിൽസ് ഹെഡ്, HR സിസ്റ്റം, എല്ലാ സിസ്റ്റംസും നമ്മൾ ഒരു ഒറ്റ പ്രൊഡക്റ്റിൽ കൊണ്ടുപോയ കാരണമാണ് ബ്ലൂറൈൻ പെയിന്റ്സിന്റെ ജേർണി ഇത്ര വലിയൊരു എളുപ്പത്തിലേക്ക് എത്താൻ കാരണം. അപ്പൊ നമ്മളെല്ലാ ജേർണിയുടെയും അസറ്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ടീം വർക്കാണ്. ഞാൻ ഇവിടേക്ക് വരുന്നതിന് മുന്നായിട്ട് ഒരുപാട് വീഡിയോസും അതുപോലെ വരുന്ന വഴി ഒരുപാട് പോസ്റ്റേഴ്സ് ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അതിൽ മെയിൻ ആയിട്ട് കാണുന്നത് എന്താ വെച്ചാൽ ഒഡേസ എന്ന് പറഞ്ഞൊരു പ്രൊഡക്റ്റ് ആണ്. എന്തുകൊണ്ടാണ് ബ്ലൂറൈൻ പെയിന്റ്സ് ഒഡേസ എന്ന് പറഞ്ഞൊരു പ്രൊഡക്റ്റിനെ ഇത്രയും സ്പെഷ്യലൈസ് ചെയ്യുന്നത്? എന്താണ് അതിന്റെ ഒരു സ്പെഷ്യാലിറ്റി? ബ്ലൂറൈൻ പെയിന്റ്സിന്റെ വിജയഗാഥയിൽ ഏറ്റവും വലിയ സംഭവം എന്ന് പറഞ്ഞാൽ ഒരു മുതൽക്കൂട് എന്ന് പറഞ്ഞാൽ ഈ ഒഡേസ എന്ന പ്രൊഡക്റ്റ്. ഒഡേസ പ്രൊഡക്റ്റ് ആവാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിൽ ആദ്യമായിട്ട് 15 വർഷം വാറന്റിയോട് കൂടി ഒരു പ്രൊഡക്റ്റ് ഇറക്കുന്നത് ബ്ലൂറൈൻ പെയിന്റ്സ് ആണ്. അതിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഒരിക്കലും നമ്മൾ ഏറ്റവും വലിയ എക്സ്പെൻസീവ് ആയ ഒരു സംഭവം പ്രൈമർ എന്ന് പറഞ്ഞ ഒരു എക്സ്പെൻസീവ് സംഭവമാണ്. ഈ സംഭവത്തെ ഈ ഒഡേസ എന്ന പ്രൊഡക്റ്റ് ഇനി ഒരു വ്യതിയാനം കൊണ്ടുവരാൻ പോവുകയാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ പ്രൈമർ അടിക്കാതെ ഈ പ്രൊഡക്റ്റ് അടിക്കാൻ പറ്റും. അതാണ് നമ്മൾ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയിട്ട് ഈ മാർക്കറ്റിൽ ഈ പ്രൊഡക്റ്റിനെ കാണിക്കുന്നത്. അതാണ് നിങ്ങൾ വരുന്ന സ്ഥലങ്ങളിലും ഞങ്ങൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഫേസ്ബുക്കുകളിലൊക്കെ ഒഡേസ എന്ന പ്രൊഡക്റ്റിനെ ഇങ്ങനെ ഹൈലൈറ്റ് ആയി കാണിക്കുന്നത്. ആ പ്രൊഡക്റ്റ് 10 വർഷത്തോളമായി അതിന്റെ ഈ ഞങ്ങളെ ജേർണിയിൽ അന്ന് മുതൽ ടെസ്റ്റിംഗ് തുടങ്ങിയ ഒരു പ്രൊഡക്റ്റാണ്. ഇപ്പൊ എടുത്ത കസ്റ്റമർ എല്ലാം ഹാപ്പിയുമാണ്. അതാണ് ആ പ്രൊഡക്റ്റ് ഇത്ര വലിയ ഹൈലൈറ്റ് ആവാനുള്ള കാരണം. നിങ്ങളുടെ ഓൺ പ്രൊഡക്ഷൻ വരുന്നത് പെയിന്റും പ്രൈമറും മാത്രമാണോ അതോ അതർ മെറ്റീരിയൽസ് എന്തെങ്കിലും വരുന്നുണ്ടോ?
നമ്മൾക്കിപ്പോൾ ഓൺ പ്രൊഡക്റ്റ് ആയിട്ട് പെയിന്റും പ്രൈമറും മാത്രമാണ് നമ്മൾ മാർക്കറ്റിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ ഒരുപാട് പുതിയ പ്രൊഡക്റ്റ് പെയിന്റ് റിലേറ്റഡ് ആയിട്ടുള്ള മെറ്റീരിയൽസിന് വേണ്ടി നമ്മൾ കുറെ റിസർച്ച് നടത്തുന്നുണ്ട്. നമുക്ക് അതർ മെറ്റീരിയൽ ആയിട്ട് ടൈൽ കോട്ട്, ഫ്ലോർ കോട്ട്, അതുപോലെ തന്നെ ഇനാമൽസ്, ടിന്നർ, പിന്നെ പെയിന്റിങ് ആക്സസറീസ് ആയിട്ടുള്ള മെറ്റീരിയൽസ് വരുന്നുണ്ട്, പ്രഷർ റോളർ, അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ നമ്മളിപ്പോൾ മാർക്കറ്റിലേക്ക് പുതുതായിട്ട് കൊണ്ടുവരാനായിട്ട് നമ്മൾ നോക്കുന്നുണ്ട്. ബ്ലൂ റെയിൻ പെയിന്റ്സിന്റെ ഇത്രയും വലിയ ജേർണിയിൽ മാർക്കറ്റിംഗ് മാനേജർ എന്ന നിലയിൽ സാറിന്റെ ഒരു കോൺട്രിബ്യൂഷൻ എങ്ങനെയായിരുന്നു? ഏതൊരു കമ്പനിയിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ് മാർക്കറ്റിംഗ് എന്നുള്ളത്. പക്ഷേ നമ്മൾ ബ്ലൂ റെയിൻ പെയിന്റ്സിന്റെ സ്ട്രാറ്റജി നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ ചെയ്തിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി, അതുപോലെ പ്രൊഡക്റ്റിന്റെ പ്രൊഡക്ഷൻ കാര്യങ്ങൾ എല്ലാം ജനങ്ങളിലേക്ക് ട്രാൻസ്പെറൻ്റ് ആയിട്ട് എത്തിക്കുക, സത്യസന്ധമായ രീതിയിലുള്ള ഒരു മാർക്കറ്റിംഗ്, ആ ഒരു രീതിയിലാണ് നമ്മൾ ഇതിനെ അപ്രോച്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് ഞാനും എൻ്റെ ടീമും നല്ല രീതിയിൽ അത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ട്രഡീഷണൽ ആയിട്ട് ചെയ്യാവുന്ന രീതികളും അതുപോലെ മോഡേൺ ആയിട്ടുള്ള എല്ലാ മാർക്കറ്റിംഗ് ടെക്നിക്സും നമ്മൾ നല്ല രീതിയിൽ അത് യൂസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു റിസൾട്ട് നമുക്ക് വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ നമുക്ക് കിട്ടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. കൂടുതലായി നമ്മൾ ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരു ഏരിയ, ഈ ഒരു പെയിൻറ്റിന് ഒരു ക്വാളിറ്റി ഉണ്ട്, വളരെ വലിയൊരു പാരമ്പര്യമുണ്ട്, അതിനെ നമ്മൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചു എന്നുള്ളത് തന്നെയാണ് കൂടുതലായിട്ട് നമ്മൾ ചെയ്തിട്ടുള്ള കാര്യം. ഒരുപാട് കോർപ്പറേറ്റ് ഓഫീസസ് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ എനിക്ക് തോന്നിയത് ഒരുപാട് മോഡേൺ അല്ലാതെ ട്രഡീഷണൽ ലുക്കിലാണ് ഓഫീസ് കംപ്ലീറ്റ് കാണുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആരുടെ ഒരു ഐഡിയ ആയിരുന്നു? ബ്ലൂ റെയിൻ പെയിന്റ്സിന് ഒരുപാട് ഓഫീസുകളുണ്ട്. അപ്പോൾ ബ്ലൂ റെയിൻ പെയിന്റ്സിന്റെ എടപ്പാളിലെ കോർപ്പറേറ്റ് ഓഫീസ് ഉണ്ടാക്കുമ്പോൾ ഞങ്ങൾ ഒരുപാട് പ്ലാനിങ് ഉണ്ട്, ഒരുപാട് യാത്രകൾ ചെയ്തിട്ടുണ്ട്, ഒരുപാട് റിസർച്ച് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇവിടുത്തെ ഓരോ തരികൾക്കും ഞങ്ങൾക്ക് വൺ പ്ലാനിങ്ങിന്റെ ഒരു സംഭവങ്ങൾ കൂടി ഉണ്ട്. അപ്പൊ ഇത് ഉണ്ടാക്കുമ്പോൾ ഒരുപാട് റിസ്കുകൾ എടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഒരു സംഭവത്തിൽ ഇത് ലാസ്റ്റ് എത്തിക്കാൻ പറ്റുമെന്നൊക്കെ തുടക്കത്തിൽ ഞങ്ങൾ ഒരുപാട് ചിന്തിച്ചിട്ടുണ്ട്. പക്ഷെ ഇതിന്റെ അവസാന നിമിഷം ഇതെല്ലാം കഴിഞ്ഞ് ഇത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ ഉദ്ദേശിച്ച ആ ഒരു സ്റ്റോറി നല്ല രീതിയിലേക്ക് വർക്കൗട്ട് ആകാൻ സാധിച്ചിട്ടുണ്ട്. അപ്പൊ ആ രീതി നോക്കുമ്പോൾ മറ്റുള്ള ആളുകൾക്കായാലും എല്ലാവർക്കും നല്ലൊരു അറ്റ്മോസ്ഫിയറിൽ ഇവിടെ മുന്നോട്ട് പോകാൻ പറ്റുന്ന നല്ലൊരു പ്രതീക്ഷയുണ്ട്. ആ രീതിയിലാണ് ഞങ്ങൾ ഈ ഓഫീസ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ഒരുപാട് ഇന്റർവ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇത്രയും നല്ലൊരു ഫ്രണ്ട്ലി ആയി, ഇത്രയും നല്ല പോസിറ്റീവ് എനർജിയോട് കൂടി ഈ ഒരു ടീമിന്റെ കൂടെ ഇന്റർവ്യൂ ചെയ്യാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അതിന്റെ കൂടെ തന്നെ ബ്ലൂ റെയിൻ പെയിന്റ്സ് ഒരുപാട് ഉയരങ്ങളിൽ എത്തട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു, വൈൻഡപ്പ് ചെയ്യുന്നു. ഐ എം സെൽവ. താങ്ക് യു ഓൾ. Blue Rain Paints. Inspired by colors.